ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് നമ്മുടെ ഹൗസ് വാമിങ് വിശേഷങ്ങളൊക്കെ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഞങ്ങൾ ഒരു മാസമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ UAE നിന്ന് പെട്ടെന്ന് എത്തി. കുറച്ച് ദിവസത്തിനുള്ളിൽ ബാക്കി പണികളൊക്കെ തട്ടി കൂട്ടിയിട്ടാണ് ഹൗസ് വാമിങ് ഒക്കെ നടത്തിയത്. കാരണം ഹസ്ബൻഡിന് ലീവൊക്കെ കുറവായതുകൊണ്ട്, അതുകൊണ്ട് ആ തിരക്കുള്ള ദിവസങ്ങളായതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഒന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ നന്നായിട്ട് വീഡിയോ ഒക്കെ എടുക്കണം, ഷെയർ ചെയ്യണം എന്നൊക്കെ കരുതിയതാണ്. പക്ഷേ ഒന്നും നടന്നില്ല. ഇച്ചിരി വീഡിയോ ഒക്കെ ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇതിലൊന്ന് കാണിക്കുന്നത്. പിന്നെ നമ്മളെ ഇവിടെയൊക്കെ എല്ലായിടത്തും ഇങ്ങനെ തന്നെ ആയിരിക്കും, എനിക്കറിയില്ല. നമ്മളിവിടെ ഫർണിച്ചർ സംഭവങ്ങളൊക്കെ ഈ വീട്ടിലേക്ക് എന്ത് സാധനം സെറ്റ് ചെയ്യണതിന് മുന്നായിട്ട് ആദ്യം തന്നെ ഖുറാനും പിന്നെ നമ്മുടെ അരിയും വെള്ളമൊക്കെ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു കൂടിയിരിക്കുന്നതിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ ഒരു 3-4 ദിവസം മുമ്പെയാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത്. പിന്നെ ഫർണിച്ചർ ഷോപ്പിൽ നിന്ന് അവർ ഡെലിവറി ചെയ്യുമ്പോഴൊക്കെ അവർക്ക് അങ്ങനെ കൊടുന്ന് വെക്കാമല്ലോ, അങ്ങനെ കരുതിയിട്ട് വന്നതാട്ടോ. അപ്പോൾ അതൊരു ചടങ്ങായിട്ടൊന്നുമല്ല, നമ്മുടെ വീട്ടിലും പിന്നെ വീട്ടിലുള്ളവരും എളാപ്പാരും അങ്ങനെയൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ കാക്കൂൻ്റെ വാപ്പേനും ഖുറാനും അരിയും അതൊക്കെ വെച്ചത് കേട്ടോ. പിന്നെ കാക്കൂൻ്റെ അമ്മ വെള്ളവും വെച്ചു. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ഇതിങ്ങനെ 3-4 ദിവസം മുമ്പ് കൊടുന്ന് വെക്കാൻ കാരണം, ഞങ്ങൾ വന്നിട്ട് ഒരു 2-3 വീക്കൊക്കെ കഴിഞ്ഞിട്ടും പെട്ടികളൊക്കെ അല്ലേ, ഞങ്ങൾ കുറച്ച് കിച്ചൺ ഐറ്റംസ് ആട്ടോ മെയിനായിട്ടും. അതും ഇച്ചിരി നമുക്ക് അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു 3 കാർട്ടൂണ് പിന്നെ ഒരു 2 കാർട്ടൂണ് കാർഗോലും അങ്ങനെ വിടുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് ഇവിടെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊക്കെ ആദ്യം തന്നെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഖുറാനും അരി ഇതൊക്കെ വെച്ചതിന് ശേഷം ഇവിടുന്ന് തന്നെ പെട്ടി പൊട്ടിക്കുകയാണ്. ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ, കാരണം 3-4 പെട്ടിയിലായിട്ട് ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഈ ഒരു വർഷം പോകുന്നില്ല വിചാരിച്ച് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ കുറച്ചൊക്കെ ഡ്രസ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാതും കൂടി മിക്സ് ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാട്ടോ പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാക്കും അത് ഓരോ പെട്ടിയായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇതാ വീതനയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ അധികം ഞാൻ കുറച്ചൊക്കെ ഒരു ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒന്നും അധികം വാങ്ങിയിട്ടില്ല. കണ്ടോ, ഇതൊക്കെ പൊട്ടിയിട്ടോ, ഇത് മാത്രമേ കേട്ടോ പൊട്ടിയിട്ടുള്ളൂ. ബാക്കി വാങ്ങിയത് അങ്ങനെ കിച്ചൺ ടവലുകളും കിച്ചണിലേക്ക് ആവശ്യമുള്ളതായിട്ടാണ് കേട്ടോ പ്രധാനമായിട്ടും വാങ്ങിയിട്ടുള്ളത്. നമ്മളൊരു 2-3 മാസത്തോളം നടന്ന് അവിടെ ഒരുപാട് ഷോപ്പിലൊക്കെ കയറി റീസണബിൾ പ്രൈസൊക്കെ നോക്കി അങ്ങനെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച കുറച്ച് കാര്യങ്ങളാട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോയിൽ ഒരുപാടൊന്നും എടുക്കാനും പറ്റിയില്ല, കാരണം നമ്മളത് അറേഞ്ച് ചെയ്യുന്ന ഒരു തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ എടുത്തുന്ന വീഡിയോ കേട്ടോ ഇത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. ഇതാ ബെഡ്ഷീറ്റൊക്കെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ബെഡ്ഷീറ്റ് ഒരു 4 റൂമിലേക്കുള്ളത്, പിന്നെ ഇവിടുന്ന് വാങ്ങിക്കാമെന്ന് കരുതി അത്യാവശ്യത്തിലുള്ളത് വാങ്ങിയതാണ്. പിന്നെ നമ്മൾ നിസ്കരിക്കേണ്ട പായൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ അന്നൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ 2 പായ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഇങ്ങനത്തെ നമ്മുടെ കട്ട്ലറീസ് കുറേ, സ്പൂണ്, ഇങ്ങനെ നമ്മുടെ മരത്തിൻ്റെ തവി, പിന്നെ ഞാൻ അയൺ കടായി ആളാട്ടോ 2 എണ്ണം കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടി, നോൺ സ്റ്റിക്ക് ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ അതാ ഇതൊരു തൽക്കാലത്തേക്കുള്ളൊരു എന്താ പറയുക അയൺ ബോക്സ്, കാര്യമായിട്ട് വാങ്ങിയൊരു സംഭവം ഇതാട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. നമ്മുടെ ട്രമോണിറ്റിൻ്റെ സ്റ്റീലിൻ്റെ സെറ്റാണ് കേട്ടോ. നോൺ സ്റ്റിക്ക് നമുക്ക് കേടുവാണ്, പിന്നെ പെട്ടെന്ന് ഡാമേജ് ആയി പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് സ്റ്റീൽ വാങ്ങി നോക്കിയതാണ്. ഞാനത് ഉപയോഗിച്ചൊക്കെ നോക്കിയിട്ട് നിങ്ങളോട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ. പിന്നെ ഹീറ്റ് പാഡ് ഇങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ എല്ലാം ഒരു ഓർഡറൊന്നുമില്ല. അപ്പം ആദ്യം നമ്മളിങ്ങനെ പൊട്ടിച്ച് വെച്ചതിന് ശേഷം എല്ലാം അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണത്. ഒത്തിരി നാൾ നടന്ന് ഒരുപാട് കടയിൽ നിന്ന് ഓൺലൈനിലൊക്കെ ആയിട്ട് വാങ്ങിയ സംഭവങ്ങളാണ്. പക്ഷെ നമ്മൾ പൊട്ടിക്കുമ്പോൾ എല്ലാതും ആ ഒരു 10 മിനിറ്റ് കൊണ്ട് എല്ലാതും ഓരോ ഭാഗത്താവുമെന്ന് അറിയില്ലേ, അത്രയേ ഉള്ളൂ. പിന്നെ ഇതാ ഇങ്ങനത്തെ നമ്മുടെ സ്പ്രെയറുകൾ കാര്യങ്ങൾ, പിന്നെ അവിടെ നിന്ന് ഞങ്ങളെപ്പോഴും വീട്ടിലേക്കൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഒരു ഡ്രൈനർ കേട്ടോ. അത് നല്ലതാണ് നമുക്ക് ചോറൊക്കെ ഊറ്റാനായിട്ട്. പിന്നെ ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് എന്താ പറയുക, ഒത്തിരി ഇങ്ങനത്തെ ഒന്ന് വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ സെർച്ച് ചെയ്ത് ട്രെൻഡ്യോൾ എന്ന് പറഞ്ഞ ആപ്പിൽ നിന്നാട്ടോ എനിക്ക് ഈ ഒരു സെറ്റ് കിട്ടിയിട്ടുള്ളത്. നമ്മളെ ടീ, ഷുഗർ, കോഫി അതിൻ്റെ ഒരു സെറ്റാണ്.
ഇതുപോലെ ലാബിൽ ചെയ്യാൻ നമുക്കിതൊന്ന് എടുത്തിട്ട് തുർക്കിഷിൻ്റെ ആയതുകൊണ്ട് കേട്ടോ, അവരുടെ ലാംഗ്വേജിൽ കൂടി ഉണ്ട് അത്. പിന്നെ ഇതാ ഗ്ലാസ് സെറ്റുകൾ ഒരു 2 സെറ്റൊക്കെ കേട്ടോ വാങ്ങിയത്. കാരണം നമുക്ക് ഹൗസ് വാമിങ്ങിനൊക്കെ ഇനിയിപ്പോൾ അങ്ങനത്തെ പാത്രങ്ങളൊക്കെ കുറച്ച് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു കപ്പ് സെറ്റും ഗ്ലാസിൻ്റെ 2-3 സെറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ടും പിന്നെ ബോട്ടിലാട്ടോ, ബോട്ടിൽ ഒരുപാട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് എല്ലാതും ഇട്ടേക്കാനും ബോട്ടിൽ എത്ര വാങ്ങിയാലും അത് ബാക്കിയാവില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇത് ലുലുന്ന് വാങ്ങിയിട്ടാട്ടോ അപ്പോൾ കാക്കു സെറ്റ് ചെയ്യുന്നത്. ഇത് നമ്മളിങ്ങനെ ചെറിയ ബോക്സായിട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ അത് നിർത്തിയാൽ നമുക്കതിൽ ഇരിക്കുകയും ചെയ്യാം. പിന്നെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാം കേട്ടോ. കിച്ചണിലൊക്കെ വെക്കാൻ നല്ല ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ലുലുന്ന് ഓഫറിന് കിട്ടിയതാണ്. കണ്ടോ, ഇങ്ങനൊരു സംഭവമാണ്. അത് നന്നല്ലതാട്ടോ, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ബോട്ടിൽസാണ് കാര്യമായിട്ട് കൊണ്ടുള്ളത്. ടെമു എന്ന് പറഞ്ഞ ആപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാട്ടോ. നമ്മുടെ ചെറിയ ചെറിയ ജീരകം, കടുക് അങ്ങനത്തെ ഒക്കെ ഇട്ട് വെക്കാനായിട്ടുള്ളത്. പിന്നെ ഞാൻ വാങ്ങിയ അയൺ കടായിൽ ഒന്നാണ് ഇത് കേട്ടോ. ഒന്ന് നേരത്തെ മുന്നേ കാണിച്ചു തോന്നുന്നുണ്ട്. ഇത് മീൻ പൊരിക്കുക അങ്ങനത്തെ കേട്ടോ. അത് ഓൾറെഡി അവർ എന്താ പറയുക സീസണിങ് ചെയ്ത് വെച്ചിട്ടുള്ളതാട്ടോ. പിന്നെ ഇതാ നെക്സ്റ്റ് കുറച്ച് വലിയ പൊടികളൊക്കെ ഇട്ടൊക്കെ നമ്മളെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ട് വെക്കാനുള്ള ബോട്ടിൽസാണ്. ഇത് ട്രെൻഡ്യോൾ എന്ന് പറഞ്ഞ ആപ്പിൽ നിന്നാട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. നല്ല ക്യൂട്ടല്ലേ, നമുക്ക് എത്ര കണ്ടാലും ഇങ്ങനത്തെ ബോട്ടിൽസ് വാങ്ങിയ മതിയാവില്ല കേട്ടോ. പിന്നെ കൊണ്ടുവരാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. കാരണം പൊട്ടിപ്പോയാൽ പിന്നെ നമ്മൾ ആ പൈസയും എടുത്ത പണിയൊക്കെ വെറുതെ ആവും. അപ്പോൾ അത്യാവശ്യത്തിലുള്ളതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ പർച്ചേസൊക്കെ നമുക്ക് നല്ല ലാഭം കിട്ടി. കാരണം ഞങ്ങളൊരു 10-15 ദിവസത്തിൻ്റെ ഉള്ളിൽ എല്ലാ പണികളും ബാക്കിയുള്ള പണികളൊക്കെ തട്ടിക്കൂട്ടിയിട്ടാണ് കുടിയിരിക്കാൻ നിന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പർച്ചേസിന് പോകാനും കൂടി നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ അവിടുന്ന് കഴിഞ്ഞതുകൊണ്ട് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടോ. പിന്നെ അതാ നമ്മുടെ സ്പൂണൊക്കെ ഇട്ട് വെക്കുന്ന ഒരു സംഭവമാണിത്. നല്ല ക്യൂട്ടായിട്ടില്ല. ഇതും ടെമു എന്ന് പറഞ്ഞ ആപ്പിൽ നിന്ന് വാങ്ങിയതാട്ടോ. പിന്നെ സ്പൂണ്, ഫോർക്ക് അതൊക്കെ കുറച്ചധികം തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും കുറേ സാധനങ്ങൾ നമ്മൾ വാങ്ങിയെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ടും ഇഷ്ടംപോലെ പിന്നെയും വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒന്നും അല്ല, അത് വേറെ കുറേ നമ്മൾ ഇവിടുന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കത്തി ട്രമോണിറ്റിൻ്റെ കത്തിയാട്ടോ. ഞാൻ വലുതും ചെറുതും വാങ്ങിയത്. ഇതിൻ്റെ ഒരു വലുതും കൂടി ഉണ്ട്. നല്ല കത്തിയാട്ടോ ട്രമോണിറ്റിൻ്റെ. എനിക്ക് തോന്നുന്നു വലിയ കത്തി എനിക്ക് അത്ര അങ്ങോട്ട് നല്ല ഇതായിട്ട് തോന്നിയില്ല. ഈ ഒരു ചെറുതില്ലേ, ചെറിയ ടൈപ്പ് തന്നെ കേട്ടോ ഏറ്റവും ബെസ്റ്റ് ട്രമോണിറ്റിനിൽ. വലുതൊന്നും ഞങ്ങൾ കൊണ്ടുവന്ന് വന്നിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാനത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. കുറച്ചൊക്കെ വീഡിയോ കുട്ടികളൊക്കെ എടുത്ത് തന്നതാട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോയിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ പിന്നെ എന്താ പറയുക അപ്ലോഡ് ചെയ്യാം. അപ്പോൾ കുടിയിരിക്കലിൻ്റെ കുറച്ച് തിരക്കുകളും സെറ്റിങ്ങൊക്കെയാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ കുടിയിരിക്കൽ, പാല് കാച്ചൽ ആ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം. ടാറ്റാ, ബൈ.